ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് കാണാമല്ലേ. കുറേ നാളായില്ലേ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട്. അപ്പം ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകണുള്ളൂ. കറി എടുത്തിട്ടായിട്ടുണ്ട്. ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയാണ്. അതാ ചപ്പാത്തിക്ക് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേട്ടനും പിള്ളേരും കൂടി ഒന്ന് പുറത്ത് പോയേക്കാണ്. ചുമ്മാ ഒരു കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. ശിവൂനാണെങ്കിൽ പനിയാണ് കേട്ടോ, കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇന്നലെ രാത്രിയൊക്കെ നല്ല പനിയായിരുന്നു. അപ്പോൾ കൊച്ചിനെ കൊണ്ടൊന്ന് വെറുതെ ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അത് കറി വയ്ക്കണം. ചോറായിട്ടുണ്ട്, ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ നാളെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് പൂരിയാണ് കൂടുതലും ഉണ്ടാക്കാറ്. അപ്പം ഇതൊന്ന് കഴുകി വെക്കട്ടെ. നേരം പോയി സൺഡേ ആയതുകൊണ്ട് എല്ലാവരും വൈകിയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഈ നേരത്തെ പണിയൊക്കെ കഴിയുന്നതാണ്. അപ്പം അതാ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. കുറേ നാളായി കൊണ്ടായിരുന്നു നല്ലോണം പൊടിയൊക്കെ പിടിച്ചിട്ടായിരുന്നു. അപ്പം നമുക്ക് പരത്താം. എനിക്ക് കാര്യമായിട്ട് അങ്ങനെ പരത്താനൊന്നും അറിഞ്ഞൂടാ. കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊന്നും വരില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരെണ്ണം പരത്തി കഴിഞ്ഞിട്ടുണ്ട്. അതല്ല, കറക്റ്റ് റൗണ്ട് ഷേപ്പൊന്നും വരുമൊന്നുമില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പം ഉണ്ടാക്കട്ടെ കേട്ടോ. നമ്മളേ ദോശ സ്റ്റോണിലാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇത് എടുത്തിട്ട് കുറേ നാളായി. അപ്പോൾ ഇടയ്ക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ കിട്ടൂലല്ലോ. നമ്മൾ ഇത് വാങ്ങിച്ച് പിന്നെ ഇതിനകത്താണ് ദോശ ഉണ്ടാക്കാറ്. ദോശയായിട്ട് ഉണ്ടാക്കാറില്ല, മസാല ദോശയോ നെയ് റോസ്റ്റോ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതെടുത്തിട്ട് കുറേ നാളായി. ഇനിയിപ്പോൾ എന്തെങ്കിലും ദോശയായിട്ട് തിന്നണമെന്ന് തോന്നിക്കഴിഞ്ഞാലേ ചിലപ്പോൾ ദോശ എടുത്താൽ കിട്ടില്ല. അപ്പോൾ ഇതിനകത്താകുമ്പോൾ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അങ്ങ് വെളിച്ചെണ്ണയൊക്കെ കൊണ്ടിട്ട് ഓക്കെ ആയിക്കോളൂല്ലോ. അപ്പോൾ ഉണ്ടാക്കാം. ഫുള്ള് പരത്തി കഴിഞ്ഞിട്ടില്ല, ആയിട്ടുള്ളൂ. എന്നാലും നമുക്ക് അത് ചുടണേൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇത്രയും കൂടി ബാക്കിയുണ്ട്. ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, കുഴപ്പമില്ല കേട്ടോ. നല്ലോണം ലേറ്റായിരുന്നു. അച്ഛനും മക്കളും വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചപ്പാത്തി ചുട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചേട്ടനും പിള്ളേരും എന്താ വന്നിട്ടുണ്ട്. അവർ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ചിക്കനൊക്കെ വെക്കാനായിട്ട് സവാളയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ശിവുൻ്റെ ഉമ്മാവ് മാറിയോ പറ. മാറിയാ ഇല്ല. ചേച്ചി എന്തിയേ? ചേച്ചി എവിടെ? കുട്ടി മിണ്ടുന്നില്ല. കൊച്ചിന് വയ്യാത്ത കാരണമുണ്ടേ ആൾ ഒട്ടും ഉഷാറിലല്ല. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇടുക്ക് എന്ന് പറയും. അങ്ങനത്തെ അച്ഛൻ്റെ മേത്ത് കയറി കിടക്കാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആളതാ ഒന്ന് മേലെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. അങ്ങനെ ആളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, മേലോത്രയും കഴിച്ചുള്ളൂ. എന്നിട്ട് അത് തന്നെ ഇറങ്ങി അച്ഛൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ആ നേരം കൊണ്ട് ഞാൻ സനുവിനെയും കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സനുവിൻ്റെയും കുളി കഴിഞ്ഞ് ഞാൻ എന്താ മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കുവാണ്. വീട്ടിലെടുക്കുമ്പോഴായാലും ജസ്റ്റ് പൗഡർ ഇടിക്കും, പിരികോ മേതി പൊട്ടു ഒന്ന് തൊടിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇതാ രണ്ടുപേരും ഒന്ന് തന്നെ തിന്നോളാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് ഇന്ന് കഴിക്കുവാണ്. ടി വിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയുടെ പരിപാടിയിലേക്ക് തിരിയാം. ചിക്കൻ എന്താ കഴുകി എടുത്ത് പൊടികളൊക്കെ ചേർത്തൊന്ന് പരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും പാവ ശിവമോൾ ഉറങ്ങിപ്പോയി കേട്ടോ. മരുന്നൊക്കെ കൊടുക്കണോണ്ടായിരിക്കുന്ന ആൾ ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോയി. പിന്നെ ഉച്ചയ്ക്കാണ് എഴുന്നേറ്റത്. അതിനുശേഷം ഞാനും സനുവും കൂടി സനുവിനെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആളെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. 10 മണിക്ക് കിടന്നുറങ്ങിയിട്ട് പാവ 1 മണിക്കാണ് എഴുന്നേറ്റത്. അപ്പം ഞാൻ എന്താ ചോറൊക്കെ കൊടുക്കുവാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം എല്ലാവരും കൂടി കിടന്ന് ഉറങ്ങി. അപ്പോൾ അത് എഴുന്നേറ്റു 4 മണിയായിട്ടാണ്. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തോട്ട് പോവാണ്. വേറെ ഒന്നിനുമല്ല, ശിവുവിന് ഒരു കാറ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, കളിക്കുന്ന കാറില്ലേ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത മാസം ആളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മുൻകൂട്ടി വാങ്ങിച്ചു വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ചേട്ടൻ്റെ ഫ്രണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്നു. എന്നിട്ട് എവിടെ
ഹലോ ഗൈസ് ചടങ്ങ് മാറ്റുണ്ടല്ലോ. ഞങ്ങള് ലുലുമാലി പോവാണ്. കൊച്ചിനെന്തോ മനസ്സിലായി ഞാൻ വ്ളോഗ് എടുക്കാണെന്ന്. അവൻ്റെ ഹായ് ഒക്കെ പറയാൻ ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാവം. അങ്ങനെന്താ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കളമശ്ശേരിയിലുള്ള ഒരു ഷോപ്പിലേക്കാണ് പോകുന്നത്. അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ലുലുവിൽ പോയി വാങ്ങിക്കാമെന്നാണ് കരുതിയത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് ടോയ് മാളാണ് ഷോപ്പിൻ്റെ പേര്. അവിടെ തുറന്നിട്ടുണ്ടായി. ഞങ്ങൾ സൺഡേ അങ്ങോട്ട് തുറക്കുമെന്ന് പേടിച്ചിട്ടാണ് പോയത്. ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ ലുലുവിലേക്ക് പോകാമെന്നങ്ങ് കരുതി. വണ്ടികൾ മാത്രമല്ല കേട്ടോ, ടോയ്സിൻ്റെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. അതാ കുറേ ഡോൾസ്, പിന്നെന്താ സ്റ്റഡി ടേബിൾ, അങ്ങനെ ഇഷ്ടം മാതിരി സാധനങ്ങളുണ്ട് കേട്ടോ. ആദ്യം തന്നെ ദാ ഈ ഒരു കാറാണ് ട്രൈ ചെയ്ത് നോക്കിയത്. ശിവുവിന് സത്യം പറഞ്ഞാൽ നല്ല പേടി ഉണ്ടായിരുന്നു. ആൾ ഇതിനു മുമ്പ് ബാബ ഹട്ടിലൊക്കെ പോയപ്പോൾ ഇങ്ങനത്തെ കാറിലൊക്കെ കയറി നന്നായിട്ട് ഓടിച്ചതൊക്കെയാണ്. പക്ഷെ ഇവിടെ ഒന്ന് കാറിൽ കയറ്റിയിട്ടപ്പോൾ ആൾക്ക് പേടിയായി. അപ്പം ഞാൻ എന്താ നോക്കിയപ്പോൾ ഇവിടെ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സനുവിന് കളർ ചെയ്യാനായിട്ട് ഇതായി ചെറിയൊരു കളറിങ് ബുക്ക് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പഠിക്കാൻ പോയ പിന്നെ ആൾക്ക് കളറൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതായി ചെറിയൊരെണ്ണം ആണ് എടുത്തത്. ശിവ ദാ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാ പൊട്ടിക്കുന്ന ആ ഒരു സാധനം ഇല്ലേ, അതിൻ്റെ പേര് എനിക്കറിയില്ല. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഓൺലൈനായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ അവിടെ ഇത് കിട്ടാറുണ്ടല്ലോ. അപ്പോൾ വീട്ടിലങ്ങനെ പൊട്ടിച്ച് ശീലമുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ദാ ഈ ഒരു സ്പീക്കറും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സനുവിന് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ദാ ആ കാറ് തന്നെ കേട്ടോ സെലക്ട് ചെയ്തത്. സനു വണ്ടി കയറിയിട്ടും പാട്ടോട് പാട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ റൊട്ടീന് പോലെ കാർ ഓടിച്ചിട്ടാണ് കേട്ടോ വന്നത്. വന്ന പാടെ തന്നെ ചേട്ടൻ എന്താ ചാർജ് ചെയ്യാൻ വേണ്ടി ഇടുവാണ്. സനു പിന്നെ ഇതാ കളറിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുമായിരുന്നു നാളെ ക്ലാസ് ഉണ്ട്, നേരത്തെ കിടന്ന് ഉറങ്ങുന്നൊക്കെ. അപ്പം ആന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നാലും കുറച്ച് നേരം അതിൻ്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടി അടിച്ചോട്ടെന്ന് ഞാനും കരുതി. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ഇതാ കിടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതിന് മുമ്പ് ഇവിടെ ചെറിയൊരു കലാപരിപാടി ഉണ്ട്. എന്താണെന്നല്ലേ ഇതാ ഇപ്പം നോക്കാം കേട്ടോ. കണ്ടോ, രണ്ടുപേരെയും അച്ഛൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്നെടുത്ത് പൊക്കും. അതിവിടെ പതിവായൊരു കാര്യമാണ്. അപ്പം ഞങ്ങൾ ഉറങ്ങട്ടെ കേട്ടോ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.